ഹലോ കുട്ടികളെ, നമസ്കാരം. നിങ്ങൾക്കൊരു ചോദ്യം. ബാക്ടീരിയയ്ക്കും കൂണിനും മരത്തിനും മൃഗങ്ങൾക്കുമൊക്കെ എന്താണ് കോമൺ? അവയെല്ലാം ജീവജാലങ്ങളാണ്. പക്ഷെ അവയെ എങ്ങനെ തരംതിരിക്കും? വരൂ, നമുക്കൊരു മാജിക് യാത്ര പോകാം. ഞാനാണ് ബസ്സി, ഒപ്പമുണ്ട് എൻ്റെ കൂട്ടുകാരി മായയും. ഇതാ തുടങ്ങുന്നു 5 രാജ്യങ്ങളുടെ കഥ. ഒരു ദിവസം രാവിലെ മായ എന്ന കുട്ടി അവളുടെ തലേനക്കടിയിൽ ഒരു സ്വർണ്ണക്കത്ത് കണ്ടു. അതാരയച്ചതാണെന്നറിയാമോ? എല്ലാ ജീവജാലങ്ങളുടെയും രാജാവ്. പെട്ടെന്നൊരു മാജിക് ബസ് വന്നു. ഹലോ മായ, ഞാൻ ബസ്സി, നിന്റെ ഗൈഡ്. വേഗം വാ, നമുക്ക് 5 രാജ്യങ്ങൾ സന്ദർശിക്കാം. മായയുടെ ഏറ്റവും വലിയ സാഹസിക യാത്ര ഇങ്ങനെ ആരംഭിച്ചു. ബസ് പറന്നുയർന്നു അടുത്ത സ്റ്റോപ്പിലേക്ക്. ബസ്സി ഒരു മാജിക് കുടുംബവൃക്ഷം കാണിച്ചു തന്നു. എല്ലാ ജീവജാലങ്ങളെയും അവയുടെ കോശങ്ങളുടെ അടിസ്ഥാനത്തിൽ തിരിച്ചിരിക്കുന്നു. പ്രോകാരിയോട്ടിക് സെൽകൾക്ക് കൺട്രോൾ റൂം ഇല്ല. യൂകാരിയോട്ടിക് സെൽകൾക്ക് കൺട്രോൾ റൂം ഉണ്ട്. യൂണിസെല്ലുലർ എന്നാൽ ഒറ്റ കോശം, മൾട്ടി സെല്ലുലർ എന്നാൽ അനേകം കോശങ്ങൾ. ചിലതിന് സെൽ വോളുണ്ട്, ചിലതിനില്ല. സ്വന്തമായി ആഹാരമുണ്ടാക്കുന്നവർ ഓട്ടോട്രോഫിക്, മറ്റുള്ളവയെ ആശ്രയിക്കുന്നവർ ഹെറ്ററോട്രോഫിക്. ബസ് ഒരു ശൂന്യസ്ഥലത്ത് നിന്നു. ഇവിടെ ഒന്നുമില്ലല്ലോ, മായ പറഞ്ഞു. ബസ്സി ചിരിച്ചു. മാജിക് ഗോഗിൾസ് ധരിക്കൂ. അത്ഭുതം! അവിടെ ഒരു വലിയ കോട്ടയും അതിൽ കോടിക്കണക്കിന് ബാക്ടീരിയകളും. ഇതാണ് മോണറ രാജ്യം. ബെന്നി ബാക്ടീരിയം. ഹായ് മായ, ഞങ്ങൾ ഭൂമിയിലെ ഏറ്റവും പഴയ ജീവികളാണ്. ഞങ്ങൾക്ക് പ്രോകാരിയോട്ടിക് സിംഗിൾ സെൽ തരം കോശമാണ്. കൺട്രോൾ റൂമില്ല, പക്ഷേ ശക്തരാണ്. ചില ബാക്ടീരിയകൾ നല്ലവരാണ്. അവർ തൈരും ചീസും ഉണ്ടാക്കും. ചിലർ കുസൃതിക്കാരാണ്. അവർ ജലദോഷം വരുത്തും. ഹച്ചീം ഹച്ച്യൂ. ബൈ ബെന്നി, നന്ദി മോണറ രാജ്യം കാണിച്ചു തന്നതിന്. സ്പ്ലാഷ്! ബസ് ഒരു തടാകത്തിലേക്കിറങ്ങി. ഇതാണ് പ്രോട്ടിസ്റ്റ രാജ്യം. ഞാനാണ് ഏമി. ഞാനൊരു അമീബ. ഞാൻ സിംഗിൾ സെൽ ജീവിയാണ്, ഒറ്റ കോശം മാത്രം. പക്ഷേ എൻ്റെ ഈ ഒറ്റ കോശത്തിനകത്ത് ഒരു കൺട്രോൾ റൂമുണ്ട്. അതിന് പേരാണ് ന്യൂക്ലിയസ്. ഇതാണ് എൻ്റെ ന്യൂക്ലിയസ്, ഈ കറുത്ത പൊട്ട്. ഏമിക്ക് രൂപം മാറ്റാനുള്ള കഴിവുണ്ട്. നോക്കൂ, നക്ഷത്രം, പന്ത്, നൂൽ. സെൽവോൾ ഇല്ലാത്തതുകൊണ്ട് അവൾക്കിങ്ങനെ ചെയ്യാം. ഏമിക്ക് വായയില്ല, എങ്ങനെ ഭക്ഷിക്കും? അവൾ ഭക്ഷണത്തിന് ചുറ്റും പൊതിഞ്ഞ് ഗൾപ്പ്. അങ്ങനെ ഭക്ഷണം അകത്താക്കും. ബൈ ഏമി, ജിഗിൾ ചെയ്തുകൊണ്ടേയിരിക്കൂ. ബസ് ഇരുണ്ടൊരു കാട്ടിലെത്തി. ഓഹോ, ഇവിടെ അല്പം ഭയങ്കരമായിരിക്കുന്നു. ഇതാണ് ഫംഗി രാജ്യം. മോളി മഷ്റൂം. ഹലോ മായ, പേടിക്കേണ്ട, ഞങ്ങൾ സൗഹൃദമുള്ളവരാണ്. ഞങ്ങൾ യൂകാരിയോട്ടിക്, മൾട്ടി സെൽ ടൈപ്പ്, മൾട്ടി സെല്ലുലർ. കൂടാതെ ഞങ്ങൾക്ക് സെൽ വോൾ ഉണ്ട്. ഞങ്ങൾ ഹെറ്ററോട്രോഫിക് ആണ്. സ്വന്തമായി ആഹാരം ഉണ്ടാക്കില്ല. ഞങ്ങൾ ചത്ത മരങ്ങളും ഇലകളും ഭക്ഷിക്കും. ഇതുപോലെ സ്ട്രോ ഉപയോഗിച്ച് വലിച്ചെടുക്കും. കൂൺ വെറും ഫ്രൂട്ട് മാത്രം. യഥാർത്ഥ ഫംഗൈ ശരീരം ഈ ഭൂഗർഭ വലയാണ്, ഒരു സീക്രട്ട് ഇന്റർനെറ്റ്. ബൈ മോളി, പ്രകൃതിയെ വൃത്തിയായി സൂക്ഷിച്ചതിന് നന്ദി. ബസ് ഇപ്പോൾ ഒരു മനോഹരമായ തോട്ടത്തിലെത്തി. സൂര്യപ്രകാശം, പച്ചപ്പ്. ഇതാണ് പ്ലാന്റേ രാജ്യം. സണ്ണി സൺഫ്ലവർ. ഹലോ മായ, ഞങ്ങൾ യൂകാരിയോട്ടിക് മൾട്ടി സെൽ ടൈപ്പ്, മൾട്ടി സെല്ലുലർ. ഞങ്ങൾക്ക് സെൽ വോൾ ഉണ്ട്, അതുകൊണ്ട് ഞങ്ങൾക്ക് ഉറച്ചു നിൽക്കാൻ പറ്റും. ഞങ്ങൾ ഓട്ടോട്രോഫിക് ആണ്, സ്വന്തമായി ആഹാരമുണ്ടാക്കും. ഈ മാജിക്കിന് പേര് ഫോട്ടോസിന്തസിസ്. സൂര്യപ്രകാശം, വെള്ളം, വായു ഇവ ചേർത്ത് ഞങ്ങൾ ആഹാരമുണ്ടാക്കും. അപ്പോൾ ഓക്സിജൻ പുറത്തേക്ക് വരും, നിങ്ങൾക്ക് ശ്വസിക്കാനുള്ള വായു. നന്ദി സണ്ണി, നിങ്ങൾ ഞങ്ങളുടെ ഏറ്റവും നല്ല സുഹൃത്തുക്കളാണ്. ബൈ ബൈ സണ്ണി. പച്ചപ്പ് നിറഞ്ഞു തന്നെ ഇരിക്കൂ. റോ! ബസ് ഇപ്പോൾ ബഹളമുള്ളൊരു കാട്ടിലെത്തി. ഇതാണ് ആനിമേലിയ രാജ്യം. ഇവിടെയാണ് നീയും ഞാനും ഉൾപ്പെടുന്നത്. മോണ്ടി മങ്കി. ഹായ് മായ, ഞങ്ങൾ യൂകാരിയോട്ടിക്, മൾട്ടി സെൽ ടൈപ്പ്, മൾട്ടി സെല്ലുലർ. ഞങ്ങൾക്ക് സെൽ വോൾ ഇല്ല, അതുകൊണ്ട് ഞങ്ങൾക്ക് ഓടാനും ചാടാനും വളയാനും പറ്റും. സെൽ വോൾ ഇല്ലാത്തതുകൊണ്ട് ഞങ്ങൾക്ക് ഇഷ്ടം പോലെ ചലിക്കാം. നോക്കൂ, ഞാൻ ഡാൻസ് ചെയ്യുന്നു. ഞങ്ങൾ ഹെറ്ററോട്രോഫിക് ആണ്, സ്വന്തമായി ആഹാരം ഉണ്ടാക്കില്ല. ഞങ്ങൾ സസ്യങ്ങളെയോ മറ്റു മൃഗങ്ങളെയോ ഭക്ഷിക്കും. ഞങ്ങളുടെ ഏറ്റവും വലിയ പ്രത്യേകത, ഞങ്ങൾക്ക് ലാഫ് ചെയ്യാൻ പറ്റും. ബാക്ടീരിയയ്ക്കും കൂണിനും സസ്യത്തിനും ചിരിച്ചിരിക്കാൻ പറ്റില്ല, പക്ഷേ ഞങ്ങൾക്ക് പറ്റും. ബൈ മോണ്ടി. ബൈ എൻ്റെ ആനിമേലിയ കൂട്ടുകാരെ, ഞാനും ഈ രാജ്യത്തിന്റെ ഭാഗമാണ്. നമുക്ക് ഓർത്തെടുക്കാം.
മൊണേര പ്രോകാരിയോട്ടിക് സിംഗിൾ സെൽ യൂണിസെല്ലുലർ. പ്രൊട്ടീസ്റ്റ യൂകാരിയോട്ടിക് മൾട്ടിസെൽ യൂണിസെല്ലുലർ. ഫഞ്ചൈ യൂകാരിയോട്ടിക് മൾട്ടിസെൽ മൾട്ടിസെല്ലുലർ വിത്ത് സെൽ വോൾ ഹെട്രോട്രോഫിക്. പ്ലാന്റേ വിത്ത് സെൽ വോൾ ഓട്ടോട്രോഫിക്. അനിമേലിയ വിതൗട്ട് സെൽ വോൾ ഹെട്രോട്രോഫിക്. 5 രാജ്യങ്ങളും ഒരുമിച്ചാണ് നമ്മുടെ മനോഹരമായ ഭൂമി ഉണ്ടാക്കുന്നത്. ഓരോന്നിനും അതിൻ്റേതായ പ്രത്യേകതകൾ. കൊങ്ക്രാറ്റുലേഷൻസ് മായ, നീ ഇപ്പോൾ ഒരു 5 കിങ്ഡം എക്സ്പേർട്ട് ആയിരിക്കുന്നു. നിനക്ക് ഈ സർട്ടിഫിക്കറ്റ് സ്വന്തമാക്കാം. ഇതായിരുന്നു നമ്മുടെ 5 രാജ്യങ്ങളുടെ കഥ. മൊണേര, പ്രൊട്ടിസ്റ്റ, ഫംഗൈ, പ്ലാന്റേ, അനിമാലിയ. ഓർമ്മയുണ്ടോ? ഓരോ രാജ്യത്തിനും അവരുടേതായ പ്രത്യേകതകൾ. നിങ്ങൾക്കിത് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യൂ, സബ്സ്ക്രൈബ് ചെയ്യൂ. അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. ബൈ ബൈ.